നമസ്കാരം. ശ്വേതാ മേനോനെ അമ്മയുടെ പ്രസിഡൻ്റാക്കിയ മുതൽക്ക് അമ്മയിൽ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും പൊട്ടിത്തെറികളും അതേപോലെ പരസ്പരം തമ്മിലടിപ്പിക്കലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ കഥ പോലെ ഒരു സിനിമ നിർമ്മിക്കാൻ പറ്റുന്ന ആവശ്യത്തിലധി ഒന്നല്ല, ഒരു 10-25 സിനിമ നിർമ്മിക്കാനുള്ള കഥകളാണ് കൃത്യമായി അമ്മയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്വേതാ മേനോൻ എന്ന കഥാപാത്രത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂലോക തട്ടിപ്പുകാരിയാണെന്ന് മനസ്സിലാക്കുന്ന സംഭാഷണങ്ങളും പ്രവർത്തികളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമ്മ എന്ന സംഘടനയെ ഏത് തരത്തിൽ കശക്കി തകർക്കാം, അവർക്ക് ഒരു കൊട്ടേഷൻ കിട്ടിയ പോലെയാണ് പ്രവർത്തനം. എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുക, എല്ലാവരെയും ഞാൻ രാജിവെച്ച് പോവുകയാണെന്ന് പറയുക, ഞാൻ രാജിവെച്ചു എന്ന് പറയുക, മെമ്പർഷിപ്പ് രാജിവെച്ചു എന്ന് പറയുക, പിന്നെ ഉളുപ്പില്ലാതെ രണ്ടാമത് കയറി വരിക, എന്നിട്ട് ഞാൻ പ്രസിഡൻ്റാണ്, രാജിവെച്ചില്ല ഞാൻ തന്നെയാണ് പ്രസിഡൻ്റാണെന്ന് പറയുക. ഇതുപോലൊരു നാറിയൊരു സംഭവം അമ്മയെ എന്ന് പറഞ്ഞ സംഘടന മാത്രമല്ല വേറെ ഏതെങ്കിലും സംഘടനകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയം ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം തിരികൊളുത്തിക്കൊണ്ട് അഡ്ഹോക് കമ്മിറ്റി ചെയർമാനായി വന്ന പിഷാരടി എല്ലാവരുടെ ഒരേപോലെ മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ്. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ പിഷാരടിയെ അഡ്ഹോക് കമ്മിറ്റി ശ്വേത രാജിവെച്ചെന്ന് ഡിക്ലെയർ ചെയ്ത് പരസ്യമായി പത്രക്കാരോട് പറഞ്ഞ ശേഷം അവിടെ അഡ്ഹോക് കമ്മിറ്റി ചെയർമാനായിട്ട് പിഷാരടിയെ വെക്കുന്നു. ആ സംഘടന നശിക്കാതെ നിൽക്കാനുള്ള പരിപാടികളായി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ശ്വേതാ മേനോൻ വളരെ തന്ത്രപരമായി പിഷാരടിയുമായി സംസാരിക്കുന്നു. ആ സംഭാഷണത്തിൽ വളരെ തന്ത്രപരമായി സംസാരിച്ച് പിഷാരടിയെ വലയിൽ വീഴ്ത്തുന്നു. പിഷാരടിയെ കൊണ്ട് പലതും പറയിപ്പിക്കുന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള രഹസ്യ സംഭാഷണം ചെയ്യുന്നു. പലരെയും പറ്റി കുറ്റപ്പെടുത്തുന്ന, ആ സംഘടനയിൽ നടന്ന അടിപിടികളെക്കുറിച്ച് പറയുന്ന, ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത ആ രഹസ്യ സംഭാഷണം ശ്വേതാ മേനോൻ പുറത്തുവിടുന്നു. ആ പുറത്തുവിട്ട സംഭാഷണം നമുക്ക് ആദ്യം കേൾക്കാം. ഇല്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേന്നേ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേന്നേ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റുന്നത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്, 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികം എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റീന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പിഷു ഏതെങ്കിലും, എനിക്കറിയാം ഇപ്പൊ നല്ല ബിസിയാണ്, ഞാനൊരു 5 ക്ലയൻസിനെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവര് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ ക്യാഷ് കൊടുത്ത കാര്യം ക്യാഷ് നടത്തി നീ ക്ലയന്റ് പബ്ലിക്കായിട്ട് പറയൂല ശ്വേത. പബ്ലിക്ലി അല്ല, ഞാൻ പിഷുവിനോട് പറയാണ്, അത് കറക്റ്റ് ആണ്. അത് എനിക്ക് അറിയാലോ. ഇത് ഞാൻ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? 2 ലക്ഷത്തിന് മേളിൽ ഒരാൾ ക്യാഷ് കൊടുത്തു ഒരിക്കലും ഒരു മറ്റൊരാളോ സമ്മതിക്കില്ല. പക്ഷെ 2 ലക്ഷനെ കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് 1 ലക്ഷം അവനത് പറയില്ല. അല്ല, അത് അറിയാം. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സഹോദരൻ അമ്മയിൽ വെച്ച് പറഞ്ഞോ, എന്റെ വീട്ടിൽ വെച്ചോ, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിൽ നടത്തിയിട്ടുണ്ട്, നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വിഷയം, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് കണക്കന്വേഷിച്ചാൽ ഇതിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വരും. അല്ല, മറ്റേ അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് അഡ്ഹോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡ്ഹോക്കിന്റെ അല്ല, ഒരു മിനിറ്റ്, അപ്പൊ അല്ലല്ല, നോട്ട് വിത്തൗട്ട് കൈയടിച്ച് പാസ്സാക്കാൻ, ഓ വേ, അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പോകൽ കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ
ജനറൽ ബോഡി ഒരു അഡ്വോക്ക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, എന്താ അറിയോ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ നോ 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 ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു? എങ്ങനെ ആള് എഡ്ഹോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു? അത് മാത്രല്ല, എഡ്ഹോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡ്ഹോക്ക് ആൾക്കാരാണ് സഞ്ജീവനി ഇറക്കിയത്. എങ്ങനെ എഡ്ഹോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? പറയൂ. കഴിഞ്ഞ അഡ്വോക്ക് കമ്മിറ്റിക്ക് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം? പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അമ്മയെ കൊണ്ടുപോകുന്നതോട് സംസാരിക്കണ്ടേ. ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വോക്ക് കമ്മിറ്റിക്ക് ഇല്ല. തുടങ്ങിയോ? നടത്താനുള്ള അധികാരം ഉണ്ട്, തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പോ എന്തുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? കേട്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങൾ സ്വകാര്യമാണെന്നും അതൊരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നും ആരോടും അയക്കരുതെന്നും എന്നുള്ള ഒരു എത്തിക്സ് ഉണ്ട്. അതൊക്കെ വിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ശ്വേതാ മേനോൻ ഇത് ഉപയോഗിക്കുന്നു, പിഷാരടി നാറുന്നു എല്ലാവരുടെ മുമ്പിൽ, അതായത് അമ്മയുടെ മെമ്പർമാരുടെ മുമ്പിൽ വളരെ നാറിപ്പോകുന്നു. അതിനുള്ള ഏർപ്പാടാണ് ശ്വേതാ മേനോൻ ചെയ്തത്. അത്രയും പിഷി എന്ന് പറഞ്ഞിട്ട് അവരോട് സോപ്പിട്ട് സംസാരിക്കുമ്പോൾ പിഷാരടി പോലും വളരെ മാന്യതയുള്ള ആളാണ് ശ്വേതാ മേനോൻ തെറ്റിയിരിക്കുന്നു. ഒരു മാന്യതയില്ലാത്ത, ഒരു എത്തിക്സും പാലിക്കാത്ത ഒരു ലേഡിയാണ് അവരെന്ന് കൃത്യമായി പിഷാരടിക്ക് മനസ്സിലാവുന്ന എപ്പോഴാണ്? ഈ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ വൻ വൈറലാവുന്നതോട് കൂടിയിട്ടാണ്. പിഷാരടി ഇന്നലെ വരെയുള്ള ഇമേജ് തകർത്ത് അദ്ദേഹത്തെ തീരെ മോശക്കാരനാക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പലരെക്കുറിച്ചും പറയുന്നതും അതൊക്കെ സ്വകാര്യ സംഭാഷണമായി രഹസ്യമായി പ്രൈവറ്റായി പറയുന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തെ വളരെ മോശക്കാരനാക്കിക്കൊണ്ടാണ് ഈ സംഭാഷണമെല്ലാം. ഇപ്പോൾ ഇതാ പിഷാരടി തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. പിഷാരടി തന്നെ പറയുകയാണ്, ഞാനും അവരുമായുള്ള സംഭാഷണം പുറത്ത് വിട്ടതൊട്ടും ശരിയായില്ല എന്നാണ് പിഷാരടി പറയുന്നത്. പിഷാരടി പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലിനോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസും അൻസിബ ഫൈറ്റ് ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ, നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനി ടോം ഇങ്ങനെ ഇത് ടിനി ടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനി ടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 തോല്ലെന്ന് ചോദിച്ചു. ഇയാൾ ഒറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനി ടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ.
അൻസിബ ടിനി മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണം എന്നോട് അൻസിബ പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അവൻ ചെയ്തു എന്നേ അർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവരത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനിറ്റോം ഇത്രയും ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ ടിനിറ്റോന്റെ വക്കീൽ പറയാം അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ അൻസിബ പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്യുക ചേട്ടാ, മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അത് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്ക് ഇത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ ചെന്നൈയിലുമാണ്, 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. ടിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു പിരിച്ചേട്ടാ അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നോന്ന്. എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയാൽ അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് ഏതോ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീനാക്കുറുപ്പ് ഇറക്കിയ ഒരു നീനാക്കുറുപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. കേട്ടല്ലോ. അപ്പൊ ഈ ശ്വേതാമേനോൻ എന്ന് പറയുന്ന ഒരു എത്തിക്സ് ഇല്ലാത്ത, ഒരു പ്രസിഡന്റ് ആവാൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത, പരസ്പരം അംഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ അവർക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ലാത്ത, അവർക്ക് കുറേ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ആ സംഘടനയെ കയ്യിൽ വേണം, പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കണം. അദാനിയെയും അതേപോലെയുള്ള പലരെയും കൊണ്ട് സംഭാവന വാങ്ങാമെന്നും കോടികൾ വാങ്ങി അമ്മാനമാടാമെന്നും അതേപോലെ തായ്വാനിൽ പോയിട്ട് അവിടെ മീറ്റിംഗ് നടത്താമെന്നും വീമ്പിളക്കുന്ന ശ്വേതാമനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പ്രാപ്യമായ കാര്യങ്ങളാണ്. അവർക്ക് വിചാരിച്ചാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നവർ തെളിയിച്ചിട്ടുണ്ട്. കാമസൂത്രയിൽ അഭിനയിച്ചിട്ടുള്ള കാമസൂത്ര കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചുള്ളവരുടെ അവരുടെ ഡ്രസ്സ് എത്രമാത്രം അതിൻ്റെ അങ്ങനെയുള്ളതെന്നും അത് പോൺ സൈറ്റിൽ വന്നപ്പോൾ 30 കോടി കണ്ടെന്നും ആനന്ദിക്കുന്ന ഒരു ലേഡിയാണ് അവർ. അതിൻ്റെ പേരിൽ കോഴിക്കോട് ബിലാത്തിക്കൊളുത്ത് ജനങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അവർ. ഇതൊന്നും പരസ്യത്തിൽ പലർക്കും അഭിനയിക്കാം, പക്ഷെ അവരുടെ സംഭാഷണം പണത്തിന് വേണ്ടി ഞാൻ ഏത് വേഷവും കിട്ടും എന്ന ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് കലയോടല്ല പണത്തോടാണ് ആർത്തി. ആ പണം ഏത് വിധേനയും അവരുണ്ടാക്കാൻ തയ്യാറാണ് എന്നുള്ള ധ്വനികളാണ് അവരുടെ സംഭാഷണത്തിൽ നിന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരിയെയാണ് ശ്വേതാമേനോൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെയാണ് അമ്മയുടെ പ്രസിഡൻ്റാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇന്നസെൻറ്റും നടൻ മധുവും നടൻ മോഹൻലാലും എല്ലാം പ്രസിഡൻ്റായിട്ടുള്ള ഈ പറയുന്ന സ്ഥാനത്ത് ഇത്തരം ഒരു തട്ടിപ്പുകാരിയെ കൊണ്ടു നിർത്തിയ സംഘടന അടിച്ചു തകർത്തു എന്ന് പറയണമെങ്കിൽ പറയാം. തമ്മിൽ തല്ലിച്ച് ഒരു പെണ്ണൊരുമ്പെട്ടാൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് അമ്മയെ അടി. ഈ കൂട്ടടി ആർക്കും ഇനി നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പിഷാരടി ജീവനം കൊണ്ട് ഓടി എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.